കാണുന്നവന്റെ കാഴ്ചയിലാണ് പ്രശ്നം. ആ കാഴ്ച മോശമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തോൽവി. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? മാധ്യമങ്ങളുടെ പരിലാളനകൾ ഏറ്റുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് ജിൻഡോ? സ്മൃതി, ഞാൻ ഇത്രയും നേരം ഈ ചർച്ചയ്ക്ക് വന്നതും ചർച്ച തുടങ്ങി ഇത്രയും നേരം വിചാരിച്ചുകൊണ്ടിരുന്നത് CPM-ന്റെ ഭാഗത്തുനിന്ന് കുറച്ച് പാളിച്ചകൾ വന്നു, അതുകൊണ്ട് അവർ നന്നായി തോറ്റു എന്ന് MP ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസംഗിക്കുന്നു. തിരുത്തലുകൾ, വേണ്ടത്ര തിരുത്തലുകൾ വരുത്തും. അപ്പൊ ആ വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ പ്രകാശ് മാസ്റ്ററുടെ സംസാരം കേട്ടപ്പോഴാണ് മനസ്സിലായി ഇത് റിപ്പോർട്ടറെ തിരുത്താനും മനോരമയെ തിരുത്താനും മാതൃഭൂമിയെ തിരുത്താനും വേണ്ടിയിട്ടുള്ള ചർച്ചയാണെന്ന്. വല്ലാത്ത കഷ്ടമാണ്. ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ചർച്ചയ്ക്ക് വരുന്നത്. നമ്മുടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതല്ലേ കുറെ കൂടി ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു സംസാര രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇവർ തിരുത്തണമെന്നൊന്നും നമ്മൾ നിർബന്ധിക്കുന്നില്ല. അത് അവരുടെ പൊളിറ്റിക്കൽ ചോയ്സ് ആണ്, അവരുടെ പാർട്ടി തിരുത്തണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ദിനം പ്രതി ഇവരുടെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ തൊട്ട് താഴെ തട്ടിലുള്ളവർ വരെ ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, മാറ്റങ്ങൾ വരുത്തും എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്തോ എന്ന് ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. കാരണം തോമസ് ഐസക് എന്ന് പറഞ്ഞ നേതാവാണ് ഫേസ്ബുക്കിൽ എഴുതിയത് തിരുത്തി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന്. എങ്ങനെ ഇവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്? സ്മൃതി, ഞാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം നടത്തിയ ഏതാനും ചില തിരുത്തലുകൾ ഓർമ്മപ്പെടുത്താം. ഒന്നാമത്തത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ശൈലിക്ക്, അത്തരം നേതാക്കന്മാരുടെ ശൈലിയുടെ ചില തെറ്റുകളുണ്ട് എന്ന് സൂചിപ്പിച്ച കൂർലോസ് തിരുമേനിയെ വിവരദോഷി എന്ന് പറഞ്ഞു. അതൊരു തിരുത്തലിന്റെ മാതൃകയാണോ? കാപ്പ കേസിലെ പ്രതിയെ, പീഡന കേസിലെ പ്രതിയെ മാലയിട്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കം, കേരളത്തിലെ ആരോഗ്യമന്ത്രി അടക്കം മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു. തിരുത്തലിന്റെ മാതൃകയാണോ? പീഡന കേസിലെ പ്രതിയെ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നു. തിരുത്തലിന്റെ മാതൃകയാണോ? മനു തോമസിനെ പോലെ പാർട്ടിയുടെ ക്യാമ്പസിൽ SFIയുടെ സാധാരണ പ്രവർത്തകനായി തുടങ്ങി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കണ്ണൂർ ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് വരെ വന്നിരിക്കുന്ന മനു തോമസ് പാർട്ടിയിലേക്ക് പോകുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. അത് തിരുത്തലിന്റെ ഒരു മാതൃകയാണോ? SFIക്കാർ അധ്യാപകരുടെ കർണത്തടിക്കുന്നു, CIT-ക്കാർ സാധാരണ തൊഴിലാളികളുടെ കാലൊടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന തിരുത്തലിന്റെ മാതൃകയാണോ? TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പുറത്തു പോകാനുള്ള ഒളിവഴികൾ ഒരുക്കി കൊടുക്കുന്ന തിരുത്തലിന്റെ മാതൃകയാണോ? മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തിരുത്തുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും ആര് തിരുത്തും, എപ്പോ തിരുത്തും, എങ്ങനെ തിരുത്തുമെന്ന് ആർക്കും അറിയില്ല. എന്തുമായിക്കൊള്ളട്ടെ, കഴിഞ്ഞ ദിവസം കൂടിയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയെ അഡ്രസ് ചെയ്തുകൊണ്ട് വീണ്ടും പറയുന്നത് അന്ന് കണ്ടത് രക്ഷാപ്രവർത്തനത്തിന്റെ മഹനീയ മാതൃകയാണ്, ഞാൻ കണ്ടതല്ലേ പറയാൻ പറ്റൂ എന്ന്. ഞാൻ ഇവരുടെ പാർട്ടിയുടെ പേര് മാർക്സിസ്റ്റ് പാർട്ടി എന്ന. കാൾ മാർക്സിനെ കണ്ടിട്ടുള്ള ആരെങ്കിലും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടോ? പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ കാൾ മാർക്സിനെ ജീവനോടെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ ഇവരെന്തുകൊണ്ട് ഇവരുടെ പാർട്ടിക്ക് മാർക്സിസ്റ്റ് എന്നിട്ട് ആളുകൾ പറഞ്ഞു കേട്ടതും പുസ്തകങ്ങളിലൂടെ വായിച്ചും മറ്റു രീതിയിൽ കിട്ടിയ അറിവുകളുടെ ബലത്തിലല്ലേ? അങ്ങനെ ഒരു അറിവുകളുടെ ബലത്തിൽ ഒരു പാർട്ടിയെ കെട്ടിപ്പടുത്തുന്ന നേതാവ് പറയാ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് മാത്രമേ പറയുള്ളൂ. കണ്ടു എന്ന് പറയുന്നത് ഒരു പൊരിഞ്ഞ കള്ളമാണ്. എന്തുവായിക്കോട്ടെ. പക്ഷേ അതിനുശേഷം ഇത്രയും മാസങ്ങളായിട്ട് പത്രം വായിക്കുകയോ മാധ്യമ വാർത്തകൾ കാണാതിരിക്കുകയോ വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന ദൃശ്യങ്ങൾ കാണാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒരുപാട് കാലത്തിന് യോജിക്കാത്തൊരു നേതാവിനെ എന്തിനാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ശമ്പളവും കൊടുത്ത് ഈ സൗരഭ സന്നാഹങ്ങളും കൊടുത്ത് ഇങ്ങനെ വെച്ചു വഴിക്കുന്നത്? അദ്ദേഹം മാറിയിട്ട് കാഴ്ചകൾ നന്നായിട്ടുള്ള, കാഴ്ച പരിമിതികളില്ലാത്ത ഏതെങ്കിലും നേതാവ് ആ പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് ചാർജ് കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവര് തിരുത്തുമെന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ആളുകളെ തിരുത്തുമെന്ന് പറയാം. ഈ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് ജൈവ ബുദ്ധിജീവി എന്ന് ഒരു മന്ത്രി പറഞ്ഞത്. ഈ ജൈവ ബുദ്ധിജീവി അടക്കമുള്ള ആളുകൾക്ക് ജൈവിക ബന്ധം നഷ്ടപ്പെട്ടു, അതിന്റെ തെളിവാണ് എന്ന് യെച്ചൂരിയെ പോലുള്ള ആളുകൾ പറയുകയാണ്. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾക്ക് ജൈവബന്ധം നഷ്ടപ്പെടുന്ന എപ്പോഴാ? മത്സ്യം വെള്ളത്തിന് പുറത്തെത്തുമ്പോഴാണ്. അത്തരം മത്സ്യങ്ങളെ, പാർട്ടി എന്ന് പറഞ്ഞ മത്സ്യത്തെ വെള്ളത്തിന്റെ പുറത്തേക്ക് എടുത്തിട്ട് ജൈവബന്ധം നഷ്ടപ്പെടുത്തി കൊല്ലാൻ നോക്കുന്ന ചൂണ്ടക്കാരന്റെ റോളാണ് പിണറായിസ്റ്റുകൾ. പിണറായി വിജയൻ മാത്രമല്ല, പിണറായിസ്റ്റുകൾ കേരളത്തിൽ നടപ്പാക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ ഏകാധിപതിയാണ്, അദ്ദേഹം മാത്രം തിരുത്തണം എന്നുള്ള അത്തരം രീതിയിലുള്ള ചർച്ചയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. പിണറായി വിജയൻ രാജാവിന് നഗ്നതയുണ്ട് എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റാതെ ആ നഗ്നതയെ കൈയടിച്ച് പാസാക്കി മുദ്രാവാക്യം വിളിച്ച് എൻഡോഴ്സ് ചെയ്യുന്ന ആളുകളും ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭാഗമാണ്, ഫാസിസ്റ്റ് നയപരിപാടികൾ നടപ്പാക്കുന്ന ആളുകളാണ്. MA ബേബിയെ പോലുള്ള ആളുകൾ ഈ ആർട്ടിക്കിൾ എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ടോ ഒന്നും കാര്യമില്ലെന്നേ. ഇവരൊക്കെ കഴിഞ്ഞ 8 വർഷക്കാലം എവിടെയായിരുന്നു? ഇവരൊക്കെ കേരളത്തിലെ ഉന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു. ഇവർക്ക് ആർക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമാണ് മനസ്സിലായത് ഇവിടുത്തെ റേഷൻ കടകളിൽ, ഇവിടുത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ കിട്ടാതാകുമ്പോൾ ജനങ്ങൾ എതിരാകുമെന്ന് ഇവർക്ക് മനസ്സിലായത്. 8 മാസക്കാലം പെൻഷൻ ഇല്ലാതിരിക്കുമ്പോൾ ആളുകൾക്ക് കാപ്പിക്കാശ് കൊടുക്കാൻ പറ്റാത്ത, പാങ്ങില്ലാത്ത കാലഘട്ടത്തിൽ കാപ്പ കേസിലെ പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുന്നത് ജനവിരുദ്ധ നയപരിപാടിയാണെന്ന് ഇവർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തിരിച്ചറിയുന്നത്. ദാസനും വിജയനും ഒക്കെ ഒരാളായിട്ട് മാത്രം മാറ്റപ്പെടുമ്പോൾ ഗോവിന്ദൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ സെക്രട്ടറി ആയിട്ട്
തരം താഴുകയാണ്. ഇവിടെ കേരളത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിമാർക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വിലയുണ്ട്. ഇന്നത് കോമഡി താരങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്ന പക്ഷേ പാർട്ടി സെക്രട്ടറി ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്ക് ആരെയും ഭയമില്ല, മുഖ്യമന്ത്രിയെയും ഭയക്കേണ്ട കാര്യം പാർട്ടി സെക്രട്ടറിക്കില്ല. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അല്ല സ്മൃതി, ആ പാർട്ടിക്ക് ആരെയും ഭയമില്ല, മുഖ്യമന്ത്രിയും ഭയമില്ല. പക്ഷെ ആരെ തിരുത്തണം? ഇവരിപ്പോഴും പറയുന്നു തിരുത്തൽ വരുത്തും, നയപരിപാടികൾ മാറ്റുമെന്ന്. ആരാണ് തിരുത്തേണ്ടത്? എപ്പോഴാണ് തിരുത്തേണ്ടത്? എങ്ങനെയാണ് തിരുത്തേണ്ടത്? എന്തിന്റെ പേരിലാണ് തിരുത്തേണ്ടത് എന്ന് പറയണ്ടേ? തിരുത്തും എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആളുകൾ ഊഹിക്കണം, ഇന്നയാൾ തിരുത്തും, അയാളുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച എന്താണെന്ന്. ഈ ഊഹത്തിന് അവസരം കൊടുക്കുന്നത് എന്തിനാ? ഇവരുടെ പാർട്ടി കൃത്യമായിട്ട് പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന ആളുകളല്ലേ. എന്തിനാ AKG പഠന ഗവേഷണ കേന്ദ്രം എന്നും പറഞ്ഞ ഒരു ആഫീസും തുറന്നു വെച്ച് കുറെ ആളുകൾ ഇരിക്കുന്നത്? അവരൊക്കെ കൂടി ഒന്ന് തിരുത്തട്ടെ. എന്താണ് സംഭവിച്ചതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയട്ടെ. പൊതുസമൂഹത്തിൽ നിന്ന് ബക്കറ്റ് പിരിവ് ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വളർന്നു വന്നൊരു പാർട്ടിയല്ലേ. ഈ നാട്ടിലെ ആളുകളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഇവിടെ പിണറായിയിലെ പാറപ്പുറത്ത് തുടങ്ങിയ പാർട്ടി പിണറായിയിലെ പാറപ്പുറത്ത് അവസാനിക്കാതിരിക്കണമെങ്കിൽ ഈ പാർട്ടിയിൽ തിരുത്തൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഇടത് പാർട്ടികൾ കൂടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.